നമസ്കാരം. അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരു അമ്മയും മോനെയും കൊണ്ടുവിടണമായിരുന്നു. അവരെ കൊണ്ടുവിട്ടു. ഇതിപ്പം അടുത്ത ആളെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ചില ഏരിയയിൽ ചെന്നാൽ നമുക്ക് ആ റോഡ് എൻഡായിരിക്കും. അപ്പോൾ നമുക്ക് യൂട്ടേൺ എടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഞങ്ങളുടെ ഭാഗത്താണ് ഇപ്പം വന്നത്. ആ ഉള്ളിലോട്ട് 10-15-20 വീട് കാണും. പക്ഷേ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പിന്നെ വീണ്ടും യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ മെയിൻ റോഡിൽ കയറിയ ശേഷം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോകണം. 4.5 കിലോമീറ്റർ ഉണ്ട്. കൂടുതലും മാക്സിമം 6 കിലോമീറ്ററും 8 കിലോമീറ്ററൊക്കെയുള്ള ഓട്ടങ്ങളൊക്കെ കിട്ടുന്നത്. വലിയ ലോങ് ട്രിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒന്നാമത്തെ അത് ചെറിയൊരു സ്ഥലമായതുകൊണ്ട് വലിയ ലോങ് ട്രിപ്പ് വല്ലപ്പോഴെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ കിട്ടത്തുള്ളൂ. അങ്ങനെ വലിയ ലോങ് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരുടെ കയ്യിലിപ്പം അവർക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പം എല്ലാവരും അത്ര വലിയ ആരും അങ്ങനെ അധികം ആശ്രയിക്കുന്നില്ല ഇങ്ങനെയുള്ള വാഹനങ്ങളെ. എല്ലാവരും അവരവർ ഡ്രൈവ് ചെയ്ത് പോവുക അത്രയേ ഉള്ളൂ. പിന്നെ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അവർ കൂടുതലും ഇങ്ങനെയുള്ള വണ്ടി ബുക്ക് ചെയ്തിട്ട് വിളിച്ച് അവർ പോകാനും എടുക്കാനും ഉപയോഗിക്കുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് വെച്ചാൽ ഊബർ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ നമുക്ക് നല്ല തിരക്കൊക്കെ കിട്ടണം. തിരക്കുണ്ടെങ്കിലാണ് നമുക്ക് അതിൽ നിന്ന് പ്രയോജനമുള്ളൂ. തിരക്കില്ലെങ്കിൽ നമുക്ക് വലുതായിട്ടൊന്നും ഏൺ ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം അവർ ആ ഓരോ ഏരിയയിലനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സിറ്റി അനുസരിച്ചിരിക്കും തിരക്കും കാര്യങ്ങളും. ഇപ്പം മെൽബൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ നല്ല തിരക്കായിരിക്കും. കാരണം വെച്ചാൽ അവിടെ നിന്ന് പറഞ്ഞാൽ എവിടെ നിന്നെല്ലാം വരുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലുള്ളത്. ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്നവരുണ്ട്, അവിടെ താമസിക്കുന്ന അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ള ഏരിയയാണ് മെൽബൺ സൈഡൊക്കെ. നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് റീജിയണൽ ഏരിയയാണ്. റീജിയണൽ ഏരിയ ആകുമ്പം അതിൻ്റേതായ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ നല്ല ഡെവലപ്പും നല്ല തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു. അത് ഇവിടുത്തെ ആൾക്കാരെന്നെ ഇങ്ങനെ ചില ആൾക്കാർ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ പറയും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷന് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സ്ഥലം നല്ല ഡെവലപ്പ് ആവും. അങ്ങനെയുള്ള കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആൾക്കാർ ബൈക്കും കാര്യങ്ങളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് സ്കൂളിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ റൈഡർ പോകുന്ന ആൾക്കാരായിരിക്കും. ഈ കാണുന്നത് ഇത് വലിയ 5 എക്സിറ്റുള്ളൊരു ഔട്ട് ബോർഡാണ്. ഇന്ന് കൂടുതലും ബൈസൈക്കിൾ ഓടിക്കുന്നവരെ കാണാൻ പറ്റും. ശനിയാഴ്ചയും അവധി ദിവസം ഞായറാഴ്ചയൊക്കെ ഇന്നാണ് അവർ ഇറങ്ങി. പണ്ട് ഞാനും ഈ പറഞ്ഞ പോലെ ഞാനും വന്ന സമയത്തൊക്കെ ഒരു $100 ഒരു പഴയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പുതുക്കി പണിഞ്ഞെടുത്ത് ഞാനും രാവിലെയൊക്കെ പണ്ട് ഓടിക്കാൻ പോകുമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനൊരു ഫാമിൽ പോകുന്നുണ്ടായിരുന്നു ജോലിക്കായിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ 2 ദിവസമൊക്കെ ഈ ശനിയും ഞായറും അവധി കിട്ടുമ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ മാക്സിമം അല്ലെങ്കിൽ വൈകിട്ടൊക്കെ സൈക്കിൾ ഓട്ടാൻ പോകുമായിരുന്നു. അത് പണ്ട് ഉള്ളൊരു ശീലമായിരുന്നു എൻ്റേത്. ഇപ്പം കുറേ നാളായി സൈക്കിളൊക്കെ ചവിട്ടാൻ പോയിട്ട്. എന്നാൽ പലപ്പോഴും ചവിട്ടും. അതെ, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അത് സൈക്ലിങ് നല്ലൊരു ഇതാണ്. ശരീരത്തിൽ നമ്മുടെ എല്ലാ ബോഡി പാർട്സിനും ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാൻ പറ്റിയ നല്ലൊരു കാർഡിയോ എക്സസൈസാണ് സൈക്കിൾ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ ഓളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കസ്റ്റമർ ഇനിയും അവർ
വെയിറ്റ് ചെയ്യുന്നത്. ഇന്നെന്തായാലും ആരും അങ്ങനെ അധികം ക്യാൻസലേഷൻ ചെയ്തിട്ടില്ല. സാധാരണ അത് സാധാരണ ചില ആൾക്കാരൊക്കെ ക്യാൻസൽ ചെയ്യും, വീണ്ടും ബുക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്താലും അടുത്ത വണ്ടിയുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അതുപോലെ അടുത്ത കസ്റ്റമറും ഉണ്ട്. അപ്പം ആൾക്കാർക്കോ അല്ലെങ്കിൽ വണ്ടികൾക്കൊന്നും ഇവിടെ ഒരു ടൈറ്റ് വരുന്നില്ല. ഓടാൻ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ കണക്കിനുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാവരും അവരവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഇങ്ങനെയുള്ള ഓൺലൈൻ ടാക്സീസ് അവർ പ്രിഫർ ചെയ്യും. പ്രത്യേകിച്ച് ഊബറായാലും അങ്ങനെയുള്ള വണ്ടികൾ. എന്തായാലും വെയിലൊക്കെ ചെറിയ നൈസ് വെയിലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം 12 ഡിഗ്രി ഇതാണ് ഇപ്പോഴത്തെ വെതർ. ചൂട് സമയത്ത് 42-ഉം 39ഒക്കെ 39ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. വണ്ടിയിൽ 35-ഉം 36-ഉം 37ഒക്കെ ആയി കഴിഞ്ഞാൽ വണ്ടിയിലായാലും നല്ല ചൂടായിരിക്കും. AC ഇട്ടാലും നമുക്ക് അത്രയും കൂളിങ് കിട്ടത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കറക്റ്റ് സൂര്യപ്രകാശം കണ്ണിലോട്ട് അടിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോയിൽ ചിലപ്പം ഒരു ഗ്ലെയർ കാണുന്നുണ്ടായിരിക്കും അല്ലേ. ഇവിടെ ചില സ്ഥലത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ സൂര്യൻ അത് കറക്റ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. റോഡ് എവിടെ, ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. സൺഗ്ലാസ് വെച്ചാലും ചില സമയത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല എവിടെയാണെന്ന്, വണ്ടി എന്താണോ എന്ന് ചില ഏരിയയിൽ. എനിവേ എന്തായാലും ഞാൻ കസ്റ്റമർ എടുക്കട്ടെ. കസ്റ്റമറാണ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വല്ലപ്പോഴൊക്കെ ഓട്ടം കിട്ടുന്നതാണ്. ഞാനും പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന ആൾക്കാരൊക്കെ വീണ്ടും കാണാം.